ഇപ്പം സാറ് നാളെ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ എന്താ പേരെന്ന് ചോദിച്ചാൽ അവർ മുഖത്ത് പോലും നോക്കത്തില്ല, പറയത്തുമില്ല. അതേസമയം ഒരു 2-3 തവണ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് മക്കളെ നീങ്ങി വിടാം, അപ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ ഉപദ്രവിക്കാൻ വന്നവരല്ലെന്ന്. ഉണ്ട്. അവരൊരിക്കലും നമ്മളോട് ചിരിച്ചുകൊണ്ടൊന്നും സംസാരിക്കത്തില്ല. പിന്നെ എനിക്ക് അവരിലൊരു ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ട് കപട സ്നേഹവും കപട ചിരിയുമില്ല. അത് എനിക്ക് അവരുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നി. എനിക്കൊരു ചിരി വേണ്ട അവരിൽ നിന്ന്. പക്ഷേ ഇപ്പം ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ മായ എന്ന് പറഞ്ഞാൽ അവരെൻ്റെ അടുത്ത് വരും. മായ ഇതിങ്ങനെയാണ് കാര്യങ്ങൾ, ഇവർ അപരിചിതർ വന്നാൽ നീ ഒരു ബുക്കിനകത്ത് അവരുടെ ഫോൺ നമ്പരും പേരും എഴുതി മേടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അവരത് അനുസരിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ കിറ്റുകൾ കൊണ്ടു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കിറ്റുകൾ അവരിലേക്ക് ഞാൻ നടന്നു കയറാനുള്ളൊരു വഴിയായിട്ടാണ് ഉപയോഗിച്ചത്. ഈ കിറ്റുകളെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ മനസ്സിലോട്ട് കയറണമായിരുന്നു. അവരുടെ മനസ്സിലോട്ട് കയറിയാൽ എനിക്ക് പല കാര്യങ്ങളിലും സക്സസ് ആക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ ആയാലും എംപ്ലോയ്മെൻ്റ് ആയാലും ഹൈജീൻ ആണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും നമുക്കവരെ ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്കൊരു വഴി വേണം. ആ വഴി വെട്ടാനുള്ളതാണ് നമ്മുടെ ഈ കിറ്റ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു ഹെൽപ്പില്ലാതെ ആരും ഒരാളെ അംഗീകരിക്കത്തില്ല. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അവരോട് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ അവരതിന് സഹകരിക്കും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള കാരണം അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അവരെ കുറേ പേര് ചൂഷണം ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാർ ചെല്ലുകയും ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് അടിച്ചുകൊണ്ട് പോവുകയും അതോടൊപ്പം എന്താ ഇത് എല്ലാം ഞങ്ങളാണ് ചെയ്തു തരുന്നത് അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഇവരുടെ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ഇവരുടെ മനസ്സിലോട്ട് ഇവർ വിഷം കുത്തി വെച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റിൽ നിന്നൊക്കെ ഇവർക്ക് പല ജോലികളുടെ ഓഫറുകളുണ്ട്. ഒരു BFO ആയിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് അവിടെ നിന്ന് ഒരു 10ാം ക്ലാസ് പാസ്സായ ഒരാളെ എടുക്കണമെങ്കിൽ അവർക്കൊരു റിട്ടേൺ ടെസ്റ്റ് ഇല്ല, ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, അത് ഡയറക്റ്റ് നിയമനമാണ്. പക്ഷെ അതുപോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. അവർ പറയുന്നത് ഇതെന്തോ ക്രിമിനൽ ജോലിയാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന ജോലിയാണ്, ആൾക്കാരെ അടിക്കുന്ന ജോലിയാണ്, അല്ലെങ്കിൽ എന്തുവാ പറയുന്നത് പട്ടാളം എന്ന് പറഞ്ഞാൽ വെടിവെക്കുന്ന ജോലിയാണ്. ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഇത് മാറിയിട്ടില്ല. ഈ ജോലിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് അവരുടെ മനസ്സിലുള്ളത് അത് അങ്ങനെയാണ്. ഇത് മാറി വരുന്നില്ല. പിന്നെ നമ്മളെപ്പോഴും പറയും 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾ, ഇവർക്ക് ഈ മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇല്ല. ഒരു ചിറ്റപ്പൻ, അച്ഛൻ, അമ്മ, അങ്ങനെ ഒരു റിലേഷൻസിന് വലിയൊരു വാല്യൂ ഇല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വിവാഹം കഴിക്കുന്നതിൽ ഒരു കുടിൽ നിന്ന് അടുത്ത കുടിലിലോട്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നു. അയാൾക്ക് വേറൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾ വേറൊരാളുടെ, ഇവർക്ക് 2 പിള്ളേരായി കഴിയുമ്പോൾ വേറൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ വേറൊരാളുടെ അടുത്തോട്ട് പോകുന്നു. അപ്പോൾ ഇവർക്കാരുമില്ല, ഇവരെ വേറൊരാൾ വന്ന് നോക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇവർക്കൊരു റിലേഷൻസിൽ ഞാൻ പറഞ്ഞു നമുക്കതങ്ങ് തുറന്ന് പറയുന്നത് ശരിയല്ലല്ലോ. റിലേഷൻസിൽ വലിയൊരു ഹോപ്പ് ഉള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു അവരും മനുഷ്യരാണ്, അതെ 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 സമൂഹത്തിന്റെ മുഖ്യധാരയിലോട്ട് വരേണ്ട മനുഷ്യർ തന്നെയാണ്. അതെ. പക്ഷെ എന്തുകൊണ്ട് സർക്കാർ ഈ ഒരു മേഖലയിലേക്ക് ഇവരെ ആ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമല്ലേ നമ്മുടെ മുന്നിൽ? പക്ഷേ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കതിന് ആൻസറുകൾ ഒരുപാടുണ്ട്. കൊല്ലം ജില്ലയിലൊക്കെ ഇവർ ഒത്തിരി സിവിലൈസ്ഡാണ്. ഒരു സ്ഥലത്ത് തന്നെ സെറ്റിൽമെന്റ് കോളനികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾ വെളിയിൽ പോയി പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ IAS പോലെയുള്ളവരിൽ പോലും ഈ വിഭാഗത്തിൽ നിന്ന്, ഈ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിച്ച് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഡോക്ടറായവരുണ്ട്, വക്കീലായവരുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ചെയ്യുന്നില്ല എന്നല്ല, എനിക്ക് തോന്നുന്നു ഇതൊരു പ്രോപ്പർ ചാനലിൽ കൂടെ അല്ലെങ്കിൽ പ്രോപ്പർ വേ ഇവരിലോട്ട് എത്താനുള്ളൊരു തടസ്സങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ ഒരു മണ്ടത്തരത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഇവർക്കൊരു ട്രൈബൽ പ്രൊമോട്ടറാണുള്ളത്, ഒറ്റ ഒരു പ്രൊമോട്ടർ, പിന്നെ ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് പല, അവരെപ്പോഴും ഓഫീസിലിരുന്നുള്ള ജോലിയായിരിക്കും. പക്ഷേ ഇവരിലോട്ട് ചെല്ലാൻ ഈ പ്രൊമോട്ടർക്ക് എല്ലാം കൂടെ കൊടുക്കരുത്. ഫുഡിനൊരു പ്രൊമോട്ടർ, ഇവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളുടെ ഒരു പ്രൊമോട്ടർ, എംപ്ലോയ്മെൻറ്റിനൊരു പ്രൊമോട്ടർ, ജോലി സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രൊമോട്ടർ, പിന്നെ അതുപോലെ ഇവർ ഈ ഫോറസ്റ്റ് റിസോഴ്സസ് കളക്ട് ചെയ്യുന്നതിൽ അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരുടെ ഇടയിൽ നിന്നും ആൾക്കാർക്ക് കൊടുത്താൽ ഒരു പക്ഷേ ഇതിന് മാറ്റങ്ങൾ വരും. ഒരു പ്രൊമോട്ടർ ആകുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഒന്നിൽ നമുക്ക് മടിയാവും. ഇതെല്ലാം കൂടെ എപ്പോൾ ചെയ്യുമെന്ന് നമുക്ക് തന്നെ തോന്നത്തില്ലേ, എന്ത് കാര്യങ്ങൾ വരുമ്പോൾ. അതേസമയം ഒരു കാര്യമാണ് ഇതങ്ങ് ചെയ്ത് തീർത്തേക്കാമെന്ന് വിചാരിക്കും, അപ്പോൾ അടുത്തത് കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു മണ്ടത്തരമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ചെയ്യണം എന്നൊക്കെ താല്പര്യം തോന്നിയിട്ടുണ്ട്. ഓരോത്തിനെയും കാറ്റഗറൈസ് ചെയ്ത് ഓരോരുത്തരിലോട്ട് എത്തിച്ചാൽ അപ്പോൾ കുറച്ചും കൂടെ നന്നാവും. ഈ കുഞ്ഞുങ്ങളൊന്നും സ്കൂളിൽ പോകത്തില്ല, അവിടുത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകത്തില്ല. വീട്ടിൽ തീരെ ഭക്ഷണം ഇല്ലാണ്ടാവുമ്പോഴേ അവർ സ്കൂളിൽ പോകത്തുള്ളൂ. അവിടെ നിന്നുള്ള ആഹാരം കഴിക്കാം എന്നുള്ളത് ഇവർക്കൊരു പട്ടിണി ഒരു ശീലമാണ്. ഇപ്പം നമ്മൾ ചികിത്സാ സഹായത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ
ഒരിക്കലും അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയ ഏതെങ്കിലും ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്? ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, എനിക്ക് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ അനുഭവം? അത് ആ ഹരികുമാറിന്റെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ചെയ്യണ്ടായിരുന്നു, ഇത് ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റായി പോയി, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അവരോട് ഞാൻ ചെയ്ത ചതിയായി പോയി എന്ന് എനിക്ക് തോന്നിയായിരുന്നു. മാവേലി അതെനിക്ക് ഭയങ്കരമായിട്ട് കാരണം ആ ലാസ്റ്റ് ഒരു 29,500 കൂടെ ഒരു 500 രൂപ ഉണ്ടാക്കാൻ ഒരു 10 ഫ്രണ്ട്സിനെയെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്കാ ഇത് എൻ്റെ ഒരു മനസ്സിലെ വിശ്വാസം ഇത് കിട്ടും എന്നുള്ളത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ഇത്ര ആക്കി തന്നെ കൊടുക്കണം എന്ന്. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ പറഞ്ഞു 29,500 കൊടുത്താൽ എന്താ കുഴപ്പം, നിൻ്റെ മനസ്സിലെ ആ ഒരു വാശി കളി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരോട് പറയുന്നത് എന്താ, 30,000 രൂപയും കൊണ്ട് നമ്മൾ എത്തുന്നുണ്ട്. നമ്മളെ ആ ഒരു വാക്ക് അതിനെ ഞാൻ ഒത്തിരി ഇതായി. പക്ഷെ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു. ഇഷ്ടംപോലെ സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ട്. അതെ, അതിലേക്ക് വരികയായിരുന്നു. സൈബർ ബുള്ളിങ്ങിന്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല, കാര്യമായും വാങ്ങിക്കൂട്ടി ഇഷ്ടം പോലെ. 2019 ഈ 2018 നമ്മൾ കൺസിസ്റ്റ് ആയിട്ട് ആദിവാസി മേഖലയിൽ പോയി. 2019 ആയപ്പോഴത്തേന് എനിക്കെതിരെ കുറേ കാര്യങ്ങൾ ഇനി വന്നു, ഒരു അലിഗേഷൻസ് വന്നു. നമ്മൾ നേരത്തെയൊക്കെ ആദിവാസി മേഖലയിൽ പഴയ ക്ലോത്ത്സ് ആണ് ശേഖരിച്ചു, ഒരുവിധം അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ക്ലോത്ത്സ്, ആ ക്ലോത്ത്സ് ഞാൻ എടുക്കുന്നു, അലിഗേഷൻ. രണ്ടാമത് വന്നത് ഞാൻ ആദിവാസിയുടെ അരി മുട്ടിക്കുന്നു, ഞാൻ ആദിവാസിയുടെ എല്ലാം തട്ടിപ്പറിച്ചിട്ട് ഞാൻ തിന്നെയാണ്, ഞാൻ ആദിവാസി സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് സുഖിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് ഞാൻ ആകെപ്പാടെ അങ്ങ് തകർന്നു പോയി. ഒരു പക്ഷേ ഇന്ന് എനിക്ക് 2025 ആയപ്പോൾ ഉള്ള ഒരു ബോൾഡ്നെസ് അല്ല 2019. എന്നെപ്പോലുള്ള ഒരാൾ പെട്ടെന്ന് തകർന്നു. വീട്ടിലെ കൊച്ചിൻ്റെ അസുഖം, ഫാമിലിയിൽ നമ്മൾ ഫാമിലി ഭയങ്കര ഒരു സെക്യൂർ ഒന്നും അല്ല, ഭയങ്കര ഒരു ഇതൊന്നുമല്ല. അപ്പോൾ എല്ലാം കൂടെ ആയി. ഞാനിതെല്ലാം കൂടെ എന്തോത്തിന് കേൾക്കുമോ എൻ്റെ ദൈവമേ എന്നൊക്കെ അലറി വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, എന്നിട്ടൊരു ഓൺലൈൻ പോർട്ടലിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ആദിവാസിയുടെ അരി മോഷ്ടിക്കുന്ന പത്തനംതിട്ടക്കാരിയായ യുവതി എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പോർട്ടലുകൾ സജീവം, അന്നിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ, എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാനിതെല്ലാം നിർത്തുക, ഇതോടുകൂടി നിർത്തുക. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഞാൻ കേട്ടു, എൻ്റെ കയ്യിലുള്ളതും കൂടെ നുള്ളിപ്പറക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അലറി വിളിച്ചാൽ കരഞ്ഞു. എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നു ഇന്നത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അലറി വിളിച്ച് കരഞ്ഞു. എന്നിട്ട് അന്നേരം സാർ എന്നോട് പറഞ്ഞത്, 1 മണിക്കൂറോളം പുള്ളി എന്നോട് ഒരു ഇച്ചിരി ബിസി മാനാണ്. എന്നിട്ട് പുള്ളി എനിക്ക് വേണ്ടി 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് വലിയ ആൾക്കാരെ വെച്ചിട്ടാണ് എന്നോട് കമ്പയർ ചെയ്ത് വെച്ചത്. മോഹൻലാലിന് എന്തെല്ലാം കേൾക്കുന്നു, എന്നിട്ട് മോഹൻലാൽ അഭിനയിക്കുന്നില്ലേ, മറ്റവർക്ക് അത് ചെയ്യുന്നില്ലേ, പിണറായി വിജയൻ സാറിനൊക്കെ എന്ത് കേൾക്കുന്നു, എന്നിട്ട് അദ്ദേഹം അവിടുന്ന് കസേര ഇട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് രേഖ അടുത്ത മാസം പോകണം, ഞാനിവിടെ വരാം. അങ്ങനെ പിന്നെ എനിക്ക് ഒരു കൂട്ടം ഇങ്ങനെ ആൾക്കാർ എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാന്ന് പറയാം. ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു 2020 ആയപ്പം കുറച്ച് ആളുകളിലോട്ട് നമ്മുടെ പേരുകൾ എത്തിയപ്പോൾ കുറേ പേര് നമ്മളെ ഇങ്ങനെ വിളിച്ച്, സംഘടനകൾ വിളിച്ച് ആദരവുകൾ തരാൻ തുടങ്ങി. ഈ ആദരവുകൾ തരാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഈ വലിയ ഒരു മുന്നിൽ നിൽക്കുന്ന ആളിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യും. ആരെന്താണോ പറയുന്നത് അത് ഞാൻ വിശ്വസിക്കും. അവരുടെ കണ്ണുനീര് കാണുമ്പോൾ ഞാനങ്ങ് വീണ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞപ്പം എനിക്ക് തന്നെ പിന്നീട് തോന്നി, ഇതെന്തിനാണ് ഞാൻ ഇതെല്ലാം അവിടെ വാങ്ങിക്കൂട്ടുന്നത്, എന്ത് കാര്യത്തിനാണ് പോകുന്നത്. എനിക്ക് മനസ്സിലായി ഈ ആദരവ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഒരു ലഹരിയാണ്. ശരിക്കും ഒരു ഡ്രഗ്, നമ്മൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്തോ നമ്മളും വലിയ സംഭവമായി എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ. എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. സത്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഞാനെന്തോ സംഭവമായിട്ടാണ് സമൂഹം എന്നെ അംഗീകരിച്ചത്. അന്നേരം പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മളെ പുറത്തുള്ളവർ അംഗീകരിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ എന്നെ ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല. അന്നേരമൊക്കെ ഭയങ്കര സങ്കടം തോന്നി, ഇത് എന്തുകൊണ്ടാണ്, ഞാൻ മോശമായിട്ടാണോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച്. സൈബർ ബുള്ളിങ് അങ്ങ് തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇട്ടിട്ടെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയാലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ മുള്ളു കൊള്ളാത്ത മനുഷ്യരില്ലെന്ന് പറയത്തില്ല, കാലേ മുള്ളു കൊള്ളാതെ നമ്മൾക്ക് നല്ലപോലെ നടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറേ മുള്ളുകളൊക്കെ കൊണ്ട് ആ മുള്ളുകൾ ഇപ്പോഴും ഹൃദയത്തിൽ തന്നെ ഉണ്ട്. ഇന്ന് വരെ ഒരു സമ്പാദ്യവും എനിക്കില്ല, കുറേ കടങ്ങളും മൊമെൻറ്റുകളും ബാലൻസേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറയാം, ഇന്ന് വരെ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. സത്യമായിട്ടുമാണ്. എനിക്കത് പറയുമ്പോൾ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സൺ, ആ ഒരു ഭാഗം പറയുമ്പോൾ. ഒന്നും സമ്പാദിച്ചിട്ടില്ല. മകളുടെ ചികിത്സയ്ക്ക് പോലും 1 രൂപ പോലും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി. ഞാനും ഹസ്ബൻഡും ചെറിയ ജോലി ചെയ്തു.
പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വീടില്ല? ഞാൻ ഇപ്പം വീട്ടിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വന്നപ്പം തന്നെ ഞാൻ അതാ പറഞ്ഞു, വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞു. കാരണം നമ്മളുടെ എൻ്റെ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ദാരിദ്ര്യം എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടില്ല. അതെ, ദാരിദ്ര്യം മീൻസ് എൻ്റെ ചുറ്റുപാടുകൾ ഇങ്ങനെ വീക്കാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് ചോദിച്ചു, രേഖ ഈ വീട്ടിലാണോ താമസിക്കുന്നതെന്നൊക്കെ ഓരോരുത്തർ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കതിനകത്ത് അപമാനമൊന്നും തോന്നിയിട്ടില്ല. ഒരു സംഘടന എന്നോട് പറഞ്ഞു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെക്കാളും മോശമായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവർ വന്നില്ല. ഞാൻ കണ്ടെത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറേ വിഷയങ്ങൾ, ഇപ്പോഴും വിഷയങ്ങളൊന്നും ഇല്ലാഴികയില്ല, വിഷയങ്ങളുണ്ട്. എന്തോ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് തന്നെ ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. ഭയങ്കര വിഷമങ്ങളുണ്ട്, എനിക്ക് കേൾക്കുമ്പോഴും സങ്കടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് പേര് സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട്. അതെ. പിന്നെ നമ്മുടെ സംഘടനയുടെ പേര് സ്നേഹപ്പച്ച എന്നാണ്. 2019 ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പോർട്ടലിൽ എഴുതി പത്തനംതിട്ട സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ലേഡി കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു എനിക്കെതിരെ. ഞാനിങ്ങനെ ആദിവാസികളുടെ പേര് പണം തട്ടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം അവരെൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്ന്. ഞാനപ്പോൾ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്തു കൊടുത്തപ്പോൾ ഞാനങ്ങനെ ഒരാളല്ല എന്ന് മനസ്സിലായി. എൻ്റെ അതിനകത്ത് വലിയ എന്ന് മനസ്സിലായി. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എടേ ഇങ്ങനെ നിങ്ങളിപ്പോൾ സാധനം വാങ്ങിച്ച് ചെയ്യുന്നെന്നുണ്ടെന്നെങ്കിലും നിങ്ങളൊരു സംഘടനയായിട്ട് ഒരു NGO ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഇറങ്ങിപ്പോരുന്നു. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പിന്നെ ഞാൻ എന്തിനിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിട്ട് വീണ്ടും ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ലേഡി തന്നെ വീണ്ടും കൊണ്ടുവന്ന് കളക്ടർക്ക് പരാതി കൊടുത്തു. അന്ന് PB നൂഹ് സാറായിരുന്നു. അപ്പോൾ നൂഹ് സാർ അന്വേഷണത്തിന് വിട്ടപ്പോൾ എല്ലാവരും വന്ന് അന്വേഷിച്ചു. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളോ ഇതൊന്നും ഞാൻ സമ്പാദിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിർബന്ധമായിട്ട് ഇതൊരു NGO ആയിട്ട് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി തരുത്തോളം. അങ്ങനെ സ്നേഹപ്പച്ച ഒരു സംഘടനയായിട്ട് രൂപീകരിച്ച് പത്തനംതിട്ട രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് സ്നേഹപ്പച്ചയാവുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ എങ്ങനെയാണ് വരുമാനം? വീട്ടിൽ ഹസ്ബൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കഴിഞ്ഞ് 18 വർഷമായിട്ട് ജോലി ചെയ്യുക. അതൊരു ഡെയിലി 647 രൂപയ്ക്കാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രൈവറ്റ് ഫേമുകളിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ജോലിയൊന്നും ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് ജോലിയൊന്നും ഇല്ലാണ്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഏജ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പം ഏജ് ആയവരെ ആർക്കും വേണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ ഞാൻ നവംബർ 3-ാം തീയതി ഞാൻ ഇത്തിരി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, ഇത്തിരി ആക്റ്റീവായിട്ടുള്ള. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ നവംബർ 3-ാം തീയതി ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ഫേസ്ബുക്കിൽ ആ ഫോട്ടോ ഇട്ടു, ഇഷ്ടംപോലെ ലൈക്ക് കിട്ടി. ഞാനതിൽ സംതൃപ്തിയായി തിരിഞ്ഞു പോയി. എന്നെ ഒരു ദിവസം എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത്, പത്തനംതിട്ടയിലുള്ളൊരു മാധ്യമ സുഹൃത്ത് വിളിച്ചു, രേഖയുടെ ഫോട്ടോയാണോ, ഞാനൊരു ഫോട്ടോ അയച്ചു തരാം വാട്സപ്പിൽ, നീ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കന്നേരം ഒന്നും തോന്നിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ എന്താ പറയുക, ചെങ്ങന്നൂർ സ്വദേശി, 28 വയസ്സ്, രോഹിണി നക്ഷത്രം, ഇത്രയും ഡീറ്റെയിൽസുമായിട്ട് എൻ്റെ ഫോട്ടോ, പച്ച ചുരിദാറിട്ടൊരു ഫോട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു, ശശിയേട്ടാ ഇതെന്ത് സംഭവം, എൻ്റെ തന്നെ ഫോട്ടോയാണ്, ഇതെന്തു സംഭവം? അത് രേഖ പത്തനംതിട്ടയിലെ ഞങ്ങളുടെ മറ്റൊരു മാധ്യമ സുഹൃത്തിൻ്റെ ബ്രദറിന് കല്യാണം ആലോചിച്ച് അവരൊരു മാട്രിമോണിയൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിനകത്ത് കിടന്ന നമ്പറിലോട്ട് അവർ വിളിച്ചിട്ട്, വേറെ ഏതോ 2 ആൾക്കാർ വിളിച്ചിട്ട് ഇതുപോലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അയക്കാൻ പറഞ്ഞു, ഡീറ്റെയിൽസ് അയച്ചു. ഇത് അയച്ചു, രേഖയുടെ ഫോട്ടോയാണ് അയച്ചു കൊടുത്തത്. അന്നേരം ഇവർ പറഞ്ഞു കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അന്നേരം അവർ പറഞ്ഞു ഡീറ്റെയിൽസ് വേണമെങ്കിൽ 1500 രൂപ ഗൂഗിൾ പേ ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഗൂഗിൾ പേ നമ്പറിൽ ആ ആള് ഗൂഗിൾ പേ ഇട്ട് കൊടുത്തു. 1500 രൂപ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അപ്പൊ ഈ ഫോട്ടോ ഇവര് സൂം ചെയ്ത് നോക്കി, ഇതിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് വേറെ ഇത് ആ പത്തനംതിട്ടയിലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇല്ല ആദിവാസി മേഖലയിൽ പോകുന്ന കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴാണ് ശശിയേട്ടൻ അത് എനിക്ക് അയച്ചു തന്നു. അത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഞങ്ങളുടെ 2ന്റെ കോമൺ, ഈ മറ്റേ ആളിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കോമൺ ഫ്രണ്ടാണ് നമ്മുടെ ഇടയ്ക്ക് നിന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഫോട്ടോ തന്നെ. എനിക്ക് ചിരിയാ വന്നേ. ആദ്യം എനിക്കിത് ഭയങ്കരമായിട്ട് ചിരി വന്നു. അന്നേരം ശശിയേട്ടൻ പറഞ്ഞു എന്തായാലും രേഖ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടേ പത്തനംതിട്ട സ്റ്റേഷനിൽ, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു സ്കാം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നു. അപ്പം ഞാൻ ഇതുമായിട്ട് ചെന്നു, പത്തനംതിട്ട സ്റ്റേഷനിൽ ചെന്നു. അത്യാവശ്യം അവർക്കെല്ലാം എന്നെ അറിയാം, ഞാൻ ജനമൈത്രിയുമായിട്ട് സഹകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കേട്ടവരും കണ്ടവരും മൊത്തം ഇത് ചിരിക്കുക, ഇതിനെ ആരും ഗൗരവത്തോടെ എടുക്കുന്നില്ല. അപ്പം എനിക്കും ഇതൊരു ചിരിയായിരുന്നു. അപ്പം ആ നമ്പർ ഞാൻ മേടിച്ചിട്ട് ഞാൻ ആ നമ്പറിലോട്ട് ഒരു ചാറ്റ് ചെയ്തു. എൻ്റെ ചിറ്റപ്പൻ്റെ മോന് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബ്രദറിൻ്റെ മാരേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടായിരുന്നു,
എന്താ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങോട്ട് ചോദിച്ചു. ഞാൻ ഡിമാൻഡ്സ് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു. ഡിമാൻഡ്സ് മീൻസ് ഏജ് ആയിട്ടുള്ള ഒരാൾ, എൻ്റെ അനിയനാണ്. അപ്പോൾ അവനൊരു 33-34 വയസ്സുണ്ട്. അപ്പം അവർ പറഞ്ഞു ആ ഫോട്ടോ ഉണ്ടായിക്കാന്ന് പറഞ്ഞു. അവർ 3 പേരുടെ ഫോട്ടോ അയച്ചു. ഫസ്റ്റിൽ വന്ന് എൻ്റെ ഫോട്ടോ തന്നെ, ഫസ്റ്റിൽ എൻ്റെ ഫോട്ടോ തന്നെ വന്നു. അതിനകത്ത് പക്ഷേ റാന്നി വടശ്ശേരിക്കര സ്വദേശി 30 വയസ്സെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ തന്നെ വന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ അന്നേരം തിരിച്ച് മെസ്സേജ് അയച്ചു, എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നല്ല വീട്ടുകാരാ 2 പെൺപിള്ളേരാ, അതിൽ ഇളയ കൊച്ചാണ്. ആക്ച്വലി ഞാൻ 2 പെൺപിള്ളേർ തന്നെയാണ്, മൂത്ത കുട്ടിയാണ്. നല്ല കുട്ടിയാണ് കേട്ടോ, നല്ല പഠിച്ചാണ്, വില്ലേജ് ഓഫീസിൽ ജോലി കേട്ടോ. അപ്പം ഞാനോർത്ത് ദൈവമേ ഞാനറിയാതെ എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോലി. ഞാൻ ചിരിക്കട്ടെ. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെ അതിൻ്റെ ബാലൻസ് പ്രോസസ്സ് എങ്ങനെയാണ്? അത് ഞങ്ങൾക്കൊരു 2000 രൂപ ഗൂഗിൾ പേ ചെയ്യണം, ഞാനൊരു നമ്പർ തരാം അതിലോട്ട്. എനിക്കിത് തട്ടിപ്പാന്ന് അറിയുന്നതുകൊണ്ട് എനിക്ക് ഗൂഗിൾ പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഓഫ്ലൈനിൽ ഇട്ട് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എല്ലാം ആക്കിയിട്ട് ഓഫ്ലൈനിലാക്കി ട്രൈ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പൈസ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആയോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയിട്ട് പെട്ടെന്ന് പിന്നെ പുള്ളി കണ്ടിന്യൂസ് തന്നെ വിളിക്കുന്നുണ്ട്, പൈസ ആയിട്ടില്ല അത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ നമ്പർ എൻ്റെ മറ്റൊരു ഫ്രണ്ടിന്, ഒരു ഓൺലൈൻ മീഡിയാസ് ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. അവനത് നിമിഷ നേരം കൊണ്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേന് എന്നെ വിളിച്ചു, ചേച്ചി വാ നമ്മളിവിടെ ആളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചേച്ചിയും കൂടെ വന്ന് കാര്യം ചോദിക്കാം. ഞാൻ അവിടെ ചെന്ന് കാര്യം ചോദിച്ചു. ഇപ്പോൾ ഇവർ വേറൊരാളും ഉണ്ട്, ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത ആൾ എറണാകുളം സ്വദേശിയാണ്, അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല. പിന്നെ പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇവർ വന്ന് കൊണ്ടുപോയി, അത്രയും വരെ ആയിട്ടുള്ളൂ. പിന്നെ ബാക്കി പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല. 1-ാം പ്രതിയെ ഇതുവരെയും പിടിച്ചിട്ടില്ല. അത് അതെ. അന്നേരം നമ്മളായതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചു. ഇതുപോലെ ഒരുപാട് ലേഡീസിന്റെ ഫോട്ടോകൾ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ രണ്ടും അതെ. അല്ല ചിലർ എന്നോട് ചോദിച്ചാൽ എന്തിനാണ് രേഖ ഇങ്ങനെ ഫോട്ടോ ഇട്ട്, അതുകൊണ്ടല്ലേ എടുത്തേന്ന്. ആ എടുത്ത ആളിന്റെ തെറ്റല്ല, രേഖ ഫോട്ടോ ഇട്ട പ്രശ്നമാണ്. സമൂഹത്തിന്റെ ഒരു നോട്ടം അങ്ങനത്തെ രീതിയിലും ഉണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇപ്പൊ നന്മമരങ്ങളുടെ ഒരു കാലമാണ്. നന്മമരങ്ങളുടെ കാലമാണ്. എനിക്കിഷ്ടമല്ല അങ്ങനെ നന്മമരം. ഞാൻ ഇച്ചിരി അഹങ്കാരി, തൻ്റെ ആ ലേബലിൽ തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ. എന്നെ പറയുന്നതും അങ്ങനെയാണ്, ജാടയാണ്, മുഴുത്ത ജാടയാണെന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയല്ലേ, പണം പിരിച്ച് ഇന്നോവ ക്രിസ്റ്റ വാങ്ങിച്ചിട്ട് അതും ഒരു അഡ്വക്കേറ്റ്, പുള്ളിക്ക് ഒരു ഉളുപ്പില്ലയോ എന്ന് ഞാൻ ചിന്തിച്ച്. എന്നിട്ട് ഒരു നാണോ ഇല്ലാതെ അതൊരു വലിയ വാർത്തയാക്കുകയും ചെയ്തു. എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ആ താക്കോല് മേടിക്കുന്നത് വലിയൊരു വാർത്തയാക്കി. അവരുടെ എന്തുവാ സന്മനസ് കൊണ്ട് ഇവർക്ക് കാറ് വാങ്ങിക്കൊടുത്തു. അതെന്ത് ഫൂളിഷ്നെസ്, അതെന്ത് വിഡ്ഢിത്തരമാ. പാവങ്ങൾ ഓരോരുത്തരും ഈ ഒരു രോഗാവസ്ഥ കാണുമ്പോൾ 500-1000 വെച്ച്, ചിലർ ഈ ഗൾഫിലൊക്കെ കിടന്ന് ജീവിക്കുന്നവർ ചിലപ്പോൾ 2000-5000 ഒക്കെ കൊടുക്കും. അത് എന്തുകൊണ്ടാണ്? ഒരു ജീവന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അല്ലാതെ ഇയാൾക്ക് AC കാറിൽ കയറിയിരുന്ന് സൂചിച്ച് പോകാൻ വേണ്ടിയിട്ടല്ല. അയാൾ LLB വരെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാവുന്നു. കാരണം അത്രയും പഠിച്ച വിവരമുള്ളൊരു മനുഷ്യൻ അങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ എന്തിനു സ്വീകരിച്ചു? അത് മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് പുള്ളി പറഞ്ഞു? അതെ ശരി, ബാലൻസ് എമൗണ്ട് ഉണ്ടെന്ന് വെച്ചോളൂ, അത് മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, ഇതുപോലെ തന്നെ വീട് ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. രോഗി കാണുമല്ലോ, പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകാവുന്ന രോഗികളുണ്ടല്ലോ, അവർക്ക് കൊടുത്തില്ല. ഇയാളെന്ത് ഫൂളിഷ്നെസ് അവിടെ കാണിച്ചത് ഞാനത് ചിന്തിച്ച്. അതൊക്കെ നന്മമരം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ചുമ്മാ അങ്ങനെയുള്ളവരോട് തീർത്തും ഒരു റെസ്പെക്റ്റും ഇല്ല. അതുപോലെ ഇവർ ഈ വീഡിയോകൾ ചെയ്യുന്നത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ്. കരയിപ്പിക്കുക, ബഹളം വെക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ടേ കരയിപ്പിക്കുക. ഒരു ഭീകരമായിട്ട് നമ്മുടെ മനസ്സിലോട്ട് എന്തോ ഒരു പ്രശ്നം നടക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. ആ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മതി. ഇവർ കൂടെ കരയുന്നു, എന്നിട്ട് മാറി നിന്നിട്ട് അവർ ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് എന്തിനാണ് വീഡിയോകൾ എടുക്കുന്നത്? പറയാനുള്ള കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയോടെ പറയുക. അതെ, ഒരാളെ സഹായിക്കാൻ നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു അവസ്ഥ നമ്മൾ തുറന്ന് പറയുക എന്ന് മാത്രമേ. അതിന്റെ കൂടെ അവരെ കരയിപ്പിക്കുന്നു, കൂടെ കരയുന്നു, അയ്യോ അയ്യോ എന്ന് വിളിക്കുന്നു. എന്തിനാണ് അതൊക്കെ? അയ്യോ അതൊക്കെ എന്തോ ഈ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതൊക്കെ മോശം. നമ്മളൊരു കാഷ്വൽ ടോക്കിൽ പറയാം. ഇവരുടെ അവരുടെ മുന്നിൽ ചെന്ന് അയ്യോ ഇവരെന്ത് ചെയ്യും ഇനി എന്നൊരു 10 തവണ ഒരു വീഡിയോക്കകത്ത് പറയുമ്പോഴേ എക്സാക്ട്ലി അത് തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ താഴെ കൊണ്ടുപോകുന്ന തരം. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവര്. പക്ഷെ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാണ്ട് ഒന്നാമത്തെ കാര്യം ചില രോഗങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് ഒരു സർവൈവലാണ്. അതെ. സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഈ വീഡിയോകൾ ഇതിനോട് എനിക്ക് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നവരോട് ഒട്ടും ബഹുമാനമില്ല. വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഒട്ടും ബഹുമാനമില്ല. കാരണം
അതൊരു നല്ലൊരു പർപ്പസിന് വേണ്ടി ചെയ്തോളൂ, അത് കുഴപ്പമില്ല. അതിന് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും വേണ്ട. അതിന് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും വേണ്ട. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണോ, ഇപ്പം എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഈ അവസ്ഥയിൽ തന്നെ വന്നൊരു വീഡിയോ ചെയ്തു തരാം എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കാറേ വന്ന് ഇറങ്ങുന്നത്, പൂച്ചണ്ട് കൊടുക്കുന്നത്, എന്തിനാണിതൊക്കെ? ഇതൊക്കെ എന്തൊരു വെഡ്ഡിത്തരങ്ങളായി കാണിക്കുന്നത്. ഈ എന്തോ ഈ എല്ലാവരെയും ഈ സമൂഹത്തിന് കണ്ണിപ്പൊടിയിടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അന്നേരം ഒരു പേരും പ്രശസ്തിയാവും, രാഷ്ട്രീയത്തിൽ മത്സരിക്കാം. അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറയട്ടെ, ഈ നമ്മളെപ്പോലുള്ള ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർ ഒരിക്കലും ഒരു വാർഡ് മെമ്പർ സ്ഥാനത്ത് പോലും മത്സരിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താ പറയുക, പിന്നീട് അവർക്ക് ആ അതോറിറ്റി, ആ പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ വാക്കുകളനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റും. നമുക്ക് സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാൻ പറ്റത്തില്ല. ഒരു സോഷ്യൽ വർക്കറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളിലും ഈസി ആയിട്ട് സ്വതന്ത്രമായിട്ട് ഇടപെടാം. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് കെട്ടുപാടുകളുണ്ട്. ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു MLA അങ്ങനെയുള്ളൊരു ഇതിൽ അതൊക്കെ ഒരു സാർത്ഥതയുടെ പര്യായമായി. എൻ്റെ രാഷ്ട്രീയം എന്നോട് പറഞ്ഞാലേ എനിക്കത് പ്രവർത്തിക്കാൻ കഴിയൂ. അത് തന്നെ അവരെന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എനിക്കൊക്കെ ഇപ്പോൾ ഒച്ചത്തിൽ എനിക്കൊരു രാഷ്ട്രീയത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ വിയോജിപ്പുകൾ എനിക്ക് തുറന്നു പറയാൻ പറ്റും. കാരണം എനിക്ക് കെട്ടുപാടുകളില്ല. ഇല്ല, രാഷ്ട്രീയം ചിലപ്പോൾ എല്ലാ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ബോധം നമുക്ക് പാടില്ല. അതെ നിലപാടുകൾ എപ്പോഴും ഉണ്ടാവണം. അത് അവസ്ഥകൾക്കനുസരിച്ച് മാറരുതെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി എന്താണ് മുന്നോട്ടുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആവണം. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളിൽ പൊട്ടൻഷ്യൽസ് ഒരുപാട് ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇവർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് ഇവർ എത്തിയിട്ടില്ല. ഇവർ എഡ്യൂക്കേഷനിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോഴേ ഇവർ കല്യാണം കഴിക്കണം. ഇവരുടെ ജീവിത ലക്ഷ്യം അതാണ്. ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് അങ്ങ് പോവുക, പിന്നെ ഒരു 8-9 പിള്ളേരാവുക, പിന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് വേറെയാവും. 2-3 പിള്ളേരെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിചാരം ഞങ്ങളങ്ങ് പ്രായമായി പോയെന്നായിരിക്കും. ആക്ച്വലി അവർക്ക് 23-24 വയസ്സായതേ ഉള്ളായിരിക്കും. അപ്പോൾ ഈ കല്യാണ പ്രായങ്ങളൊന്ന് മാറണം. പിന്നെ അതുപോലെ വിദ്യാഭ്യാസം, എനിക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ചെയ്താൽ അവർ ഏറ്റവും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് വരാൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. പല പോസ്റ്റുകളിലും വരാൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാലും സർക്കാരാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് സെലക്ട് ചെയ്ത് കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ പോലല്ല. നമുക്ക് ചിലപ്പോൾ ഈ 100 മാർക്കും കിട്ടിയെങ്കിലേ നമുക്ക് കയറാൻ പറ്റുമെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ ഓപ്പർച്യൂണിറ്റികളെ ഇവർ യൂസ് ചെയ്യാൻ പഠിക്കണം. ഇവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് വരേണ്ട ആൾക്കാർ തന്നെ. ഒരിക്കലും ഇങ്ങനെ വനത്തിലെ കായ കിട്ടുന്നതും കിഴങ്ങ് കിട്ടുന്നതും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടവരല്ല. ചിലപ്പോൾ അവരുടെ ഒരു നാച്ചുറൽ ജീവിത ശൈലി ഉണ്ടായിരിക്കും, അത് മാറ്റണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവർക്ക് എഡ്യൂക്കേഷൻ, ജോലി, പഴയവരങ്ങനെ തന്നെ പൊക്കോട്ടെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുക. അതിനൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് ശരിക്കും മഞ്ഞത്തോട് മുതൽ അല്ലെങ്കിൽ മുഴിയാറ് കക്കിക്കടുത്തുള്ളവരെ പേരെടുത്ത് വിളിക്കാൻ അറിയാം. ഈ കഴിഞ്ഞ 7 വർഷം 8 വർഷ കാലം കൊണ്ട് ഞാൻ സമ്പാദിച്ചത് അത് മാത്രമാണ്. ഓരോരുത്തരെയും എനിക്ക് പേരെടുത്ത് പറയാനറിയാം. ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഫോറസ്റ്റുകാർ പറയുമ്പോൾ ഇന്നടത്ത് ഇന്ന ആളല്ലേ എന്ന് പറയാം, അല്ലെ കുഞ്ഞുമോനല്ലേ, അയ്യപ്പനല്ലേ, തങ്കമണിയല്ലേ എന്ന് പറയാൻ എനിക്കറിയാം. ഞാൻ ആകെ സമ്പാദിച്ചത് അവരുടെ പേര്. കാരണം അവർക്കും അറിയാം രേഖ ചേച്ചി, എന്നെ പ്രായമുള്ള അമ്മൂമ്മമാരെയും വിളിക്കുന്ന രേഖ ചേച്ചി എന്ന്. അവിടുത്തെ രേഖ ചേച്ചി വരുന്നുണ്ടെന്ന് പറയാം. അന്നേരം അവരുടെ ആ സന്തോഷം ഞാൻ എപ്പോഴും അവരുടെ കണ്ണീന്ന് കണ്ടിട്ടുണ്ട്. രേഖ ചേച്ചി എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിലുണ്ട് സന്തോഷം. ഇപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് മൊബൈൽ ഫോണുകളുണ്ട്. എന്നെ കണ്ടില്ലേ വിളിക്കും, എന്താ ചേച്ചി വരാത്തേ, നമുക്ക് ഫുഡില്ലല്ലോ, ഭക്ഷണം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതൊക്കെ ഒരു എനിക്ക് മാത്രം അവകാശപ്പെട്ട കുറേ സന്തോഷങ്ങൾ. കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ തിങ്കളാഴ്ച ഒരു 40 കിറ്റ് ഒരു ഫാമിലി എനിക്ക് തരാമെന്ന് പറഞ്ഞു. കാരണം അവർ അച്ഛൻ്റെ ഓർമ്മ എന്തോടാണ്. അപ്പോൾ ആ 40ഉം പിന്നെ ഞാൻ കുറച്ച് കളക്ട് ചെയ്തതും എല്ലാം കൂടായിട്ട് ഞാൻ മിക്കവാറും തിങ്കളാഴ്ച ഒന്ന് വനം കയറുന്നുണ്ട്, കാട് കയറുന്ന ദിവസം ഫുൾ അവർക്ക് വേണ്ടി. മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല ആ സമയം, മൊബൈൽ ഫോണിന് റേഞ്ചും കിട്ടത്തില്ല. ഫുൾ ടൈം അവർക്ക് വേണ്ടി, അവരുടെ സംസാരിക്കുക, അവരോട് ചിരിക്കുക, പിന്നെ അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കുക, പിന്നെ നമ്മുടെ വിഷമങ്ങൾ കൊണ്ട് അവർക്കും ഇറക്കി കൊടുക്കുക. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരാടോ എന്ന് പറയാം. അത്രേ ഉള്ളൂ. നമ്മൾ ഈ നാട്ടിലുള്ളവരോട് നമ്മുടെ വിഷമം പറയുന്നതിലും എനിക്കിഷ്ടം അവരോട് പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഇരിക്കുകയും തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെ, എന്തായിരുന്നാലും ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്നേഹപ്പച്ച പോലെ ഹൃദയം നിറച്ച ആ സ്നേഹത്തിന്റെ പച്ച നിറച്ചൊന്ന് നടക്കുന്ന എല്ലാവിധ ആശംസകളും. ഈ പറയുന്ന പോലെ നമുക്കെതിരെ ഉണ്ടാകുന്ന ഒന്നിനെയും, അതായത് വെല്ലുവിളികളാണ് ഇതെല്ലാം,
ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഊർജമായി കരുതുക. നമ്മളെ പുച്ഛിക്കുന്ന ഓരോരുത്തർക്കും അല്ല, നമ്മളെ പലരെയും. അത് ശരിയാ. നമ്മൾ പലപ്പോഴും, ഞാൻ തന്നെ ആത്മഹത്യക്ക് എതിരായിട്ട് പറയുന്ന ഒരാളാണ്. ഇതെന്ത് വിഡ്ഢിത്തരമാണ് ആത്മഹത്യ. പക്ഷെ നമ്മൾ തോന്നിയിട്ടുണ്ട്, ആത്മഹത്യ ചെയ്താലും എന്ന് തോന്നിയിട്ടുണ്ട്. ഇതെന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ, പഠിക്കും ഞാൻ ആത്മഹത്യ ചെയ്താൽ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം എന്നോട് എന്ത് പഠിക്കാൻ, രണ്ട് ദിവസം നിനക്ക് ആദരാഞ്ജലികൾ പോസ്റ്റ് ഇടും, പിന്നീട് അവർ നിന്നെ ഓർക്കുക പോലും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ പോയാൽ നഷ്ടം ഒരുപാട് പേർക്കുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ആർക്കും നഷ്ടമില്ല, കാട്ടിലുള്ള ഓരോരുത്തർക്കും നഷ്ടമാണെന്ന് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ടു. തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ ആവട്ടെ യാത്ര. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.